CJP പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ശശി തരൂർ എംപിയുടെ തുറന്ന കത്ത്. വിദ്യാർത്ഥികളുടെ രോഷം സ്വാഭാവികമാണ്. നിരാഹാരം അവസാനിപ്പിക്കണമെന്ന് സോനം വാങ്ചുക്കിനോട് ശശി തരൂർ അഭ്യർത്ഥിക്കുന്നുമുണ്ട്. കത്തിൽ വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, പട്ടിണി സമരം ആരംഭിച്ചിട്ട് ഇന്ന് 18 ദിവസമാവുകയാണ്. 8.5 കിലോ ഭാരം കുറഞ്ഞിരിക്കുന്നു സോനം വാങ്ചുവിന്റെ. ഈ വിഷയത്തിൽ കോൺഗ്രസ് വലിയ രീതിയിൽ ഒരു പിന്തുണ നൽകുന്നില്ല ഈ പ്രതിഷേധത്തിന് എന്നുള്ള വ്യാപകമായ വിമർശനം ഉയരുന്നുണ്ട്. ഇതിൽ ശശി തരൂരിന്റെ അഭിപ്രായം എന്താണ്, നിലപാട് എന്താണ്? സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം ആരംഭിച്ച് 18 ദിവസവും CJP അതായത് കോക്രോച്ച് ജനതാ പാർട്ടി ജന്തർ മന്ദറിൽ സമരം ആരംഭിച്ച് ഇന്നേക്ക് 26 ദിവസവും പിന്നിടുകയാണ്. വളരെ മോശമായ ശാരീരികാവസ്ഥയിലൂടെയാണ് സോനം വാങ്ചുക്ക് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ഘട്ടം എത്തിയിട്ടും ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകാത്തതിലും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറാകാത്തതിലുമാണ് വിമർശനം ഉന്നയിച്ചുകൊണ്ട് ശശി തരൂർ MP ഒരു തുറന്ന കത്ത് എഴുതിയിരിക്കുന്നത്. ഈ കത്തിൽ ആരോപിക്കുന്നത് പ്രധാനമായും സോനം വാങ്ചുക്കിന് നിരാഹാരം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ മനസ്സാക്ഷി ഉണർത്താനായിരുന്നു. ആ ലക്ഷ്യം നിറവേറിക്കഴിഞ്ഞു. രാജ്യത്തെ ജനങ്ങൾ ഈ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിരാഹാരം അവസാനിപ്പിക്കണം. മരണം വരെ തെരുവിൽ കിടന്ന് നിരാഹാരം ചെയ്യുന്നതല്ല, പകരം ഈ വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നതാണ് ഉചിതമെന്നാണ് ശശി തരൂർ പറയുന്നത്. മാത്രവുമല്ല, വിദ്യാർത്ഥികൾ ഉയർത്തുന്ന ആവശ്യങ്ങൾ ന്യായമാണ് എന്നും ഇതിന് മറുപടി നൽകേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ്, ഇവരെ അക്രമകാരികളായി ചിത്രീകരിക്കുന്നത് തെറ്റാണ് എന്നും ശശി തരൂർ പറയുന്നുണ്ട്. ഈ CJPയുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അനുകൂല പ്രസ്താവന നടത്തുന്ന ആദ്യത്തെ കോൺഗ്രസ് നേതാവ് കൂടിയാണ് എന്തായാലും ശശി തരൂർ MP എന്ന് പറയുന്നത്. നേരത്തെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാത്തതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു. എന്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ സമരത്തിന് പിന്തുണ നൽകുന്നില്ല കോൺഗ്രസ് എന്ന ചോദ്യമായിരുന്നു ഉയർന്നത്. ഇപ്പോൾ എന്തായാലും ശശി തരൂർ MP നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ശശി തരൂർ MP മാത്രമല്ല ഇത്തരത്തിൽ സോനം വാങ്ചുക്കിനോട് നിരാഹാരം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ഉദ്ധവ് താക്കറെ, അരവിന്ദ് കെജ്രിവാൾ എന്നിവരെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കൾ, അതോടൊപ്പം തന്നെ അരുന്ധതി റോയ്, നസ്രുദ്ദീൻ ഷാ എന്ന സിനിമാ താരം നസ്രുദ്ദീൻ ഷാ എന്നിവരെ പോലെയുള്ള സാമൂഹിക കലാരംഗത്തെ പ്രമുഖർ തുടങ്ങിയവരെല്ലാം തന്നെ ഈ തരത്തിൽ നിലപാട് വ്യക്തമാക്കുകയും സോനം വാങ്ചുക്കിനോട് തങ്ങൾ നിരാഹാരം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. രക്തത്തിലെ രക്തസമ്മർദ്ദം ഉൾപ്പെടെ കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ജീവൻ തന്നെ അപകടത്തിലാണ് എന്നാണ് CJP പ്രവർത്തകരും പറയുന്നത്. എന്തായാലും സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് ശ്രദ്ധേയമാണ്. 20-ാം തീയതി പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. അന്ന് പാർലമെന്റിലേക്ക് വിദ്യാർത്ഥികൾ ഒരു മാർച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് മുൻപായി തന്നെ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുമോ എന്നതാണ് എന്തായാലും രാജ്യം ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്നത്. ശരി.